സങ്കീർത്തന ധ്യാനത്തിലേക്ക് ദൈവത്തിരുമനസ്സിൻ്റെ നാമത്തിൽ കടുത്തൊരു നാമത്തിൽ സ്വാഗതം. സർവശക്തനും നിത്യനുമായ ദൈവമേ, ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ച ഞങ്ങളുടെ ദൈവമേ, അങ്ങയുടെ സംഗീതത്തിലും ശക്തിയിലും ഞങ്ങൾ ആശ്രയിക്കുന്നു, വിശ്വസിക്കുന്നു. ഭയവും അരക്ഷിതാവസ്ഥയും നിറഞ്ഞ ഈ ലോകത്ത് അങ്ങ് ഞങ്ങളുടെ കൂടെയുണ്ട് എന്ന ഉറപ്പോടെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ അണയുന്നു പിതാവേ. ഈ സങ്കീർത്തന ഭാഗത്തെക്കുറിച്ച് ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ അവിടുത്തെ വചനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ആഴത്തിൽ പതിയുവാനും അടിയുറച്ച വിശ്വാസത്തിൽ ഞങ്ങൾ മുന്നേറുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ നാഥ. അവിടുത്തെ ജീവനുള്ള വചനം ഞങ്ങളെ നയിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. പരിശുദ്ധാത്മാവെ ഞങ്ങളിൽ വന്ന് നിറയണമേ. പിതാവെ, അടിയങ്ങൾ ശ്രവിക്കുന്നു, അവിടുന്ന് അരുൾ ചെയ്താലും. 114 സങ്കീർത്തനം. ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ. ഇസ്രായേൽ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ, യാക്കോബിൻ്റെ ഭവനം അന്യഭാഷ സംസാരിക്കുന്ന ജനതകളുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ, യൂദ അവിടുത്തെ വിശുദ്ധ മന്ദിരവും ഇസ്രായേൽ അവിടുത്തെ സാമ്രാജ്യവും ആയി. അത് കണ്ട് കടൽ ഓടിയകന്നു, ജോർദാൻ പിൻവാങ്ങി. പർവ്വതങ്ങൾ മുട്ടാടുകളെപ്പോലെയും മലകൾ ആട്ടിൻകുട്ടികളെപ്പോലെയും തുള്ളിച്ചാടി. സമുദ്രമേ, ഓടിയകലാൻ നിനക്ക് എന്തു പറ്റി? ജോർദാൻ, നീ എന്തിനു പിൻവാങ്ങുന്നു? പർവ്വതങ്ങളെ, നിങ്ങൾ മുട്ടാടുകളെപ്പോലെയും മലകളെ, നിങ്ങൾ കുഞ്ഞാടുകളെപ്പോലെയും തുള്ളുന്നതെന്തിന്? കർത്താവിൻ്റെ സന്നിധിയിൽ, യാക്കോബിൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഭൂമി വിറകൊള്ളട്ടെ. അവിടുന്ന് പാറയെ ജലാശയമാക്കി, തീക്കല്ലിനെ നീരുറവയാക്കി. ദൈവജനമേ, സങ്കീർത്തനം 114 അധ്യായം നമ്മെ ദൈവത്തിൻ്റെ മഹിമയിലേക്കും അവൻ തൻ്റെ ജനത്തെ അടിമത്തത്തിൽ നിന്നും എങ്ങനെ അത്ഭുതകരമായി മോചിപ്പിച്ചു എന്നതിലേക്കും നയിക്കുന്ന വചനഭാഗമാണ്. ഇസ്രായേൽ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ യാക്കോബിൻ്റെ ഗൃഹം അന്യഭാഷാവാസികളിൽ നിന്ന് വിട്ടു എന്ന ആദ്യ വചനത്തിൽ തന്നെ മോചനത്തിൻ്റെ മഹത്വം മുഴങ്ങിക്കേൾക്കാം. കർത്താവായ യേശുവിൻ്റെ കരങ്ങൾ വഴി പ്രവർത്തിക്കുന്ന ദൈവം തൻ്റെ ജനത്തെ എത്രമാത്രം സ്നേഹത്തോടെയും കരുണയോടെയും നയിച്ചു എന്നതാണ് ഈ സങ്കീർത്തനത്തിൻ്റെ ഹൃദയഭാഗം. മനുഷ്യശക്തി മതിയാകാത്തിടത്ത് ദൈവത്തിൻ്റെ കരങ്ങൾ അത്ഭുതങ്ങൾ തീർക്കുന്നു എന്ന ഉറച്ച സാക്ഷ്യമാണ് ഈ വേദഭാഗം. മിസ്രൈമിൽ നിന്നുള്ള പുറപ്പാട് ഇസ്രായേലിൻ്റെ ജീവിതത്തിലെ വലിയ ഒരു വഴിത്തിരിവായിരുന്നു. അടിമത്തത്തിൻ്റെ ഇരുട്ടിൽ നിന്നും ദൈവം അവരെ വെളിച്ചത്തിലേക്ക് നയിച്ചു. യോർദാൻ നദിയും ചെങ്കടലും ദൈവസന്നിധിയിൽ വിറച്ചുവെന്നും പർവ്വതങ്ങൾ കുഞ്ഞാടുകളെ പോലെ കുലുങ്ങിയെന്നും ഈ സങ്കീർത്തനം കാവ്യാത്മകമായി പറയുന്നു. ദൈവത്തിൻ്റെ സൃഷ്ടിയും ദൈവസന്നിധിയിൽ വിനയത്തോടെ വിറയ്ക്കുന്നുണ്ടെന്ന സത്യം നമ്മെ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ ഇടപെടലുണ്ടായാൽ പ്രകൃതിയും ചരിത്രവും വഴിമാറും. അതുകൊണ്ടാണ് വിശ്വാസത്തിൻ്റെ യാത്ര പ്രത്യാശയുടെയും വിജയം നിറഞ്ഞതായിരിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ പാപപങ്കിലമായ ലോകത്ത് ഓരോരുത്തരും തങ്ങളുടേതായ മിസ്രൈമുകളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഭയത്തിൻ്റെ, സ്വാർത്ഥതയുടെ, പാപത്തിൻ്റെ, അനാചാരങ്ങളുടെ അടിമത്തങ്ങളിൽ. എന്നാൽ കർത്താവായ യേശുവിൻ്റെ കരങ്ങളിൽ വിശ്വസിക്കുന്നവർക്ക് വിടുതൽ നിശ്ചയം തന്നെ. ദൈവം ഇന്നും പഴയ നിയമകാലത്തെ എന്ന പോലെ തൻ്റെ ജനത്തെ അവരുടെ ബന്ധനങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന ദൈവമാണ്. ഒരാളുടെ ജീവിതത്തിൽ പാപബന്ധനം പൊട്ടിത്തെറിച്ച് പുതുതായി ആത്മജീവിതം ഉദിക്കുന്ന നിമിഷം തന്നെയാണ് ആധുനിക പുറപ്പാട്. ആ മാറ്റം കർത്താവായ യേശുവിലൂടെ മാത്രമേ സാധ്യമാകൂ. അവിടുന്ന് നമുക്ക് വേണ്ടി കുരിശിലെ ബലിയായി. ഇന്ന് നാം ആ ബലിയിൽ പങ്കാളികളായി കുരിശിൻ്റെ വഴിയെയാണോ ചരിക്കുന്നത്? പ്രിയ സഹോദര സഹോദരി, ആത്മപരിശോധന ചെയ്യാം. പുതിയ നിയമത്തിൽ ഈ സങ്കീർത്തനത്തിൻ്റെ പൂർണ്ണത നമ്മുടെ കർത്താവായ യേശുവിൻ്റെ ജീവിതത്തിലൂടെയാണ് സാക്ഷാത്കരിക്കപ്പെടുന്നത്. യോർദാനിൽ മാമോദിസ സ്വീകരിച്ചപ്പോൾ കർത്താവായ യേശു മനുഷ്യർക്കായി മോചനത്തിൻ്റെ വാതിൽ തുറന്നു വെച്ചു. ക്രൂശിൻ കീഴെ ഭൂമി നടുങ്ങിയതും കല്ലറ പൊട്ടിയതും അതേ ദൈവസന്നിധിയുടെ പ്രത്യക്ഷതയായിരുന്നു. കർത്താവായ യേശുവിൻ്റെ മരണവും പുനരുദ്ധാനവും മനുഷ്യനെ പാപത്തിൻ്റെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ചു. ദൈവത്തിൻ്റെ സാന്നിധ്യം എവിടെയുണ്ടോ അവിടെ അടിമത്തത്തിൻ്റെ മതിലുകൾ തകർന്നടിയും. ഇന്നത്തെ നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൽ ഈ സങ്കീർത്തന ഭാഗം ഒരു ആത്മപരിശോധനയ്ക്കും ഉണർവിനും ഉതകുന്ന വിളിയാണ്. കർത്താവായ യേശുവിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമ്മുടെ ഹൃദയം വിറയ്ക്കുകയാണോ സഹോദര സഹോദരി? നാം സത്യത്തിൽ അവൻ്റെ ശക്തിയിൽ ആശ്രയിക്കുകയാണോ? നമ്മുടെ കടലുകൾ രണ്ടായി വേർതിരിയുന്നുണ്ടോ? അതോ നമ്മൾ ഇപ്പോഴും ഭയത്തിൻ്റെ കരയിൽ തന്നെയാണോ ഇരിക്കുന്നത്? ദൈവം ഇടപെടുമ്പോൾ കടലും വഴിമാറും, പർവ്വതവും വഴിയൊരുക്കും. വിശ്വാസം വെറും ആചാരമല്ല,
അതാണ് ദൈവത്തിൻ്റെ കരുണയിൽ ജീവിക്കുന്ന നമ്മുടെ നിലപാടായി മാറേണ്ടത്. സഹോദരങ്ങളെ, ഈ സങ്കീർത്തനം നമ്മെ ഒരൊറ്റ ഉറപ്പിലേക്കാണ് നയിക്കുന്നത്. കർത്താവായ യേശു വീണ്ടും വരും, തൻ്റെ ജനത്തെ നിത്യമോചനത്തിലേക്ക് നയിക്കുവാൻ. അത് നടക്കാൻ പോകുന്ന ഒരു ഭീകര ഭയാനക സംഭവം തന്നെ ഉറപ്പ്. ബൈബിൾ അത് ഉറപ്പു തരുന്നു. ഒരു തവണയല്ല, പല തവണയായി. അതിനായി നമുക്ക് സജ്ജരായി നിൽക്കാം. ഇന്ന് തന്നെ ഹൃദയം ശുദ്ധീകരിക്കാം, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാം. ഇന്ന് കാണുന്ന പരീക്ഷണങ്ങൾ നാളെയുടെ സാക്ഷ്യങ്ങളാകട്ടെ. നമ്മുടെ ചെങ്കടലുകൾ മുമ്പിൽ തന്നെ കിടക്കട്ടെ. കർത്താവായ യേശുവിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതങ്ങളിൽ എത്തുമ്പോൾ അവ തന്നെ വഴിമാറും. കർത്താവെ, ഇന്ന് ഞങ്ങൾക്കായി ഒരുക്കിയ വചനത്തിനും അതിലൂടെ ലഭിച്ച ആഴത്തിലുള്ള ബോധ്യത്തിനും ഹൃദയപൂർവ്വം അടിയങ്ങൾ നന്ദി പറയുന്നു. ഈ ധ്യാന സമയത്തിനായി കർത്താവെ, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുകയും ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവെ, പരിശുദ്ധാത്മദാനങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ദൈവവചനമനുസരിച്ച് വിശുദ്ധവും കർത്താവിന് പ്രീതികരവുമായ ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്ക് ശക്തിയും ധൈര്യവും നൽകണമേ. ഈ ജീവിതം നൽകിയതിനും സംരക്ഷണത്തിനും ഞങ്ങളുടെ കുടുംബത്തിനും എല്ലാ അനുഗ്രഹങ്ങൾക്കും അടിയങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകൾ ശ്രവിച്ച് യാചനകൾക്ക് കരുണാപൂർവ്വം ഉത്തരമരുളണമേ. കർത്താവെ, അങ്ങയുടെ മഹിമയുള്ള രണ്ടാം വരവിനായി കാത്തിരിക്കുന്ന ഈ സമയത്ത് ഞങ്ങളുടെ ശരീരവും മനസ്സും ആത്മാവും അങ്ങയുടെ പരിശുദ്ധമായ ഇഷ്ടത്തിന് അനുസരിച്ച് ആയിത്തീരുവാൻ ഞങ്ങളെ ഒരുക്കണമേ. ഞങ്ങളെയും ഞങ്ങളുടെ ചുറ്റുമുള്ളവരെയും അങ്ങയുടെ കൃപയാൽ നിറച്ച് അങ്ങയുടെ സ്നേഹത്തിൻ്റെയും നീതിയുടെയും സാക്ഷികളായി അടിയങ്ങളെ മാറ്റണമേ. യേശുവിൻ്റെ മഹത്വപൂർണ്ണ നാമത്തിൽ പിതാവേ, ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. സഹോദരങ്ങളെ, ക്രിസ്തുവിനെ ഇനിയും അറിയാത്ത ഒരാൾക്കെങ്കിലും ഈ വചനധ്യാനം പങ്കുവയ്ക്കുമല്ലോ. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.